ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതി ആകെ ടെൻഷനിലായിരിക്കും. സച്ചി രേവതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി ശ്രുതി, ഇപ്പം സന്തോഷമായില്ലേ എന്ന് ചോദിക്കും. അന്നേരം ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സച്ചി ഇങ്ങനെ പറയുന്നത്? അല്ല, ഞങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാശ്വാസമായല്ലോ. അന്നേരം ശ്രുതി തട്ടിവിട്ടു, അതിന് നിങ്ങളും മലേഷ്യയിലേക്ക് പോകുന്നതും ശ്രുതിയുടെ ഈ ഒരു സന്തോഷം തമ്മിൽ എന്താ ബന്ധമെന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾ മലേഷ്യയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ മുതൽ പാർലറിനടുത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വെറുതെ ചോദിച്ചതാ. ദേ ശ്രുതി, ഈ സച്ചി പറയുന്നത് കേട്ടോ, നീ എനിക്ക് സന്തോഷമാണെന്ന്. എൻ്റെ പൊന്നച്ഛൻ മരിച്ചതിൻ്റെ വിഷമത്തിൽ തളർന്നു നിൽക്കുവാണ് ഞാൻ. അപ്പോഴേക്കും ശ്രുതി തിരിച്ചു പറഞ്ഞു, എടാ സച്ചി, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ശ്രുതിയുടെ സങ്കടം എന്താണെന്ന് എനിക്കറിയാം. പാവം നല്ല വിഷമത്തിലാണ്. ഹാ, അതെ അതെ, പാർലറെടുത്ത് വിഷമം ഞങ്ങൾക്ക് ശരിക്കും അങ്ങ് മനസ്സിലാവുന്നുണ്ട്. സ്വന്തം അച്ഛൻ മരിച്ചതിനേക്കാൾ ഞങ്ങൾ ഇനിയിപ്പോൾ മലേഷ്യയിലേക്ക് പോകുമെന്ന് ഓർത്തുകൊണ്ടായിരുന്നു ഇവർക്ക് വലിയ വിഷമം. നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിലും ദേ സച്ചി, നിനക്കല്ലെങ്കിലും കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ട് എന്നൊക്കെ പറയണേ. വാ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പിടിച്ചു വലിച്ചിട്ട് അങ്ങ് മുറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോവാണ്. അന്നേരം രേവതിയോട് സച്ചി പറയുന്നത്, ദേ കണ്ടില്ലേ, ഇപ്പോഴാണ് പാർലറെടുത്തിൻ്റെ മുഖത്ത് ശരിക്കും ഒരു സമാധാനം വന്നത്. നമ്മൾ മലേഷ്യയിലേക്ക് പോകുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ ഇതിലുണ്ട്. രേവതി, നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നുമില്ല. ഇവരൊരു പെരും കളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്നേരം രേവതി പറയുന്നത്, എന്തായാലും സ്വന്തം അച്ഛനിങ്ങനെ മരിച്ചു പോയി എന്നൊക്കെ ഒരാൾ പച്ചക്കള്ളം പറയുമെന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ രേവതി, ചിലരൊക്കെ അങ്ങനെയാണ്, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് കള്ളത്തരവും പറയും, ഏത് വേഷം കെട്ടാനും റെഡിയാവും. പക്ഷേ അതൊക്കെ മനസ്സിലാവാതെ പോകുന്നത് നമ്മളെ പോലുള്ള മണ്ടന്മാരായ ചിലരാണ് എന്നൊക്കെ പറയും. സാരമില്ല, അധികം വൈകാതെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് പച്ചക്കങ്ങ് പുറത്തു കൊണ്ടുവരാമെന്നും പറയാണ് സച്ചി. ഇതേ സമയത്തിന് മുറിയിൽ പോയിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കള്ളത്തരങ്ങളുടെ മേലെ കള്ളത്തരങ്ങൾ ഇങ്ങനെ അടിച്ചു വിടണം, എങ്കിൽ മാത്രമേ എങ്ങനെയെങ്കിലും എവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ. എന്ത് ചെയ്യണമെന്നും ഒരു രൂപവുമില്ല. അപ്പോഴേക്കും ശ്രുതി വന്ന് പറയുന്നുണ്ട്, അല്ല ശ്രുതി, നമുക്ക് ചടങ്ങുകളൊക്കെ നടത്തണ്ടേ എന്ന്. അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മലേഷ്യയിൽ വെച്ചല്ലേ അച്ഛൻ മരിച്ചത്. ചടങ്ങുകളും കർമ്മങ്ങളൊക്കെ നടത്താനായിട്ട് അച്ഛൻ്റെ ബോഡിയുടെ ഒരു അവശിഷ്ടം പോലും കിട്ടിയിട്ടില്ലല്ലോ. അല്ല, എന്നാലും നമ്മൾ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് ശ്രുതി പറയും. ഹാ, അതൊന്നും സാരമില്ല ശ്രുതി, ഞാൻ പോയിട്ട് അതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന് പറയാണ് ശ്രുതി. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അതൊക്കെ ഞാൻ ചെയ്തോളാം, ഞാനും മീരയും കൂടെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ചെയ്തോളാമെന്നൊക്കെ പറയും. പിന്നെ മലേഷ്യയിൽ പോയി ചെയ്യേണ്ട ഒരു കാര്യവുമില്ലല്ലോ, ഇവിടെ ചെയ്താലും മതിയല്ലോ എന്നൊക്കെ പറയണേ. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രുതി വെറുതെ മെനക്കെടണ്ട എന്നൊക്കെ പറയാണ് ശ്രുതി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി മുറിയിലേക്ക് വരാണ്. ചന്ദ്രമതി വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഇതെന്തൊരു ഇരിപ്പായി ഇരിക്കുന്നത്, ആഹാരം കഴിക്കാൻ പോലും വരാൻ പറഞ്ഞില്ലേ? അന്നേരം ശ്രുതിക്കാണെങ്കിൽ വയറ് കത്തുന്നുണ്ട്, വിശക്കുന്നുണ്ട്. പക്ഷേ ആഹാരം ഇപ്പോൾ കഴിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് വിചാരിക്കും? അച്ഛൻ മരിച്ചിട്ടും താൻ പോയി ഇവിടെ മൂക്കുമുറ്റും ഭക്ഷണം കഴിക്കുകയാണെന്നല്ലേ വിചാരിക്കുള്ളൂ. അവരുടെ എല്ലാം മുന്നിലിരുന്ന് സുഖമായി സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കാനും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പെട്ടെന്ന് തന്നെ ഇവർക്ക് മനസ്സിലാവില്ലേ? ശ്രുതി പറയുന്നത്, വേണ്ട ആൻറ്റി, എനിക്ക് കുറച്ച് സമയം എന്നെ ഒന്ന് തനിച്ച് വിട്ടാൽ മാത്രം മതി, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്നൊക്കെ പറയും. എന്നാലും മോൾ അവിടെ തനിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? മോൾ എന്തിനാ ഇത്രക്കധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പോൾ മോളുടെ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ മോൾക്ക് കിട്ടുമോ, അതോ ഇനി ഇപ്പോൾ വേറെ ആരെങ്കിലും അത് തട്ടിയെടുക്കുമോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ ആൻറ്റി, ഇതൊക്കെ നോക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതൊക്കെ എനിക്ക് തന്നെ കിട്ടത്തുള്ളൂ, വേറെ ആർക്കും അത് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് തന്നെ ശ്രുതി ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് ചന്ദ്രമതിക്ക് ശരിക്കും ശ്വാസം അങ്ങ് നേരെ വീണത്. ചന്ദ്രമതി പറയുന്നുണ്ട്, എങ്കിൽ മോൾക്ക് ഇപ്പോൾ വിശക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ മോൾ കഴിക്കണ്ട, പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി. പിന്നെ ഞാനൊന്ന് വിളിച്ചെന്നേ ഉള്ളൂ കേട്ടോ. മോളുടെ വിഷമം മനസ്സിലാക്കാൻ ഞങ്ങൾക്കും സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കുറേ അങ്ങ് സോപ്പിട്ട് അവിടെ നിന്നങ്ങ് പോവും. ഈ സമയത്തിന് ശ്രുതി വിളിച്ചു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞത്, വേണ്ട ശ്രുതി, നീ പോയി കഴിച്ചോളാൻ പറയും. അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് കഴിക്കാൻ ചെല്ലുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ ശ്രുതി എന്തേന്ന്, എന്താ ശ്രുതി വരാത്തത് എന്ന്. അച്ഛാ, അവൾക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ അച്ഛൻ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് മക്കൾക്കാ ആഹാരം തൊണ്ടയിലൂടെ ഇറങ്ങുന്നത്? ശ്രുതിക്കാണെങ്കിൽ അച്ഛനെന്ന് പറഞ്ഞാൽ അത്രമാത്രം ജീവനായിരുന്നു, മോളുടെ വിഷമം ആരും കാണേണ്ട എന്നൊക്കെ പറയും. അത് കേട്ട സച്ചിയും രേവതി ഇങ്ങനെ പതുക്കെ പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. ആ സമയത്തിൻ്റെ സച്ചി പറയുന്നുണ്ട്, അല്ല അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടേ എന്ന്. കർമ്മങ്ങളോ? അതേന്നേ, സുധീയുടെ അമ്മായച്ചനല്ലേ മരിച്ചത്, ഇവർ പോയി കർമ്മങ്ങളൊക്കെ നടത്തേണ്ടതല്ലേ? ഇപ്പോൾ പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി മാത്രമല്ലേ ഉള്ളൂ മകളായിട്ട്, അല്ലാതെ ആൺകുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ട് ആൺകുട്ടികളുടെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ശ്രുതിയല്ലേ എന്ന് ചോദിക്കും. ഞാൻ കർമ്മങ്ങളൊക്കെ ചെയ്യാനോ എന്ന് ചോദിക്കാണ് ശ്രുതി. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി അവിടെ ഇങ്ങനെ പരിങ്ങി നിന്ന് ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു, അവിടുത്തെ ഇവരുടെ ഈ ഒരു സംസാരമൊക്കെ. സച്ചി പറയുന്നത്, കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ
മിക്കവാറും ഈ പറയുന്ന ശ്രുതിയുടെ അച്ഛൻ രാത്രി നിന്റെ കഴുത്തിന് വന്ന് പിടിക്കുമെന്നൊക്കെ പറയും. എൻ്റെയോ? അതേരാ, നിന്റെ കഴുത്തിന് തന്നെ വന്ന് പിടിക്കും. നിന്റെ കഴുത്തിന് പിടിച്ചങ്ങ് ഞെക്കും. എനിക്കൊരു ഒറ്റ മോളല്ലേ ഉള്ളൂ. എന്നിട്ട് അവളുടെ ഭർത്താവായ നീയാണ്. എനിക്കൊരു കർമ്മങ്ങൾ പോലും നീ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിന്റെ കഴുത്തങ്ങ് ഞെക്കും. മിക്കവാറും അങ്ങനെ ഞെക്കാൻ പോകും തന്നെയായിരിക്കും. ഇന്ന് രാത്രി തന്നെയായിരിക്കും. നിനക്കറിയാമോ എന്നൊക്കെ പറയുന്ന സമയത്തിന് ശ്രുതി ആകെ പേടിച്ചു പോവാണ്. അതെങ്ങനെയാ അവൾ നിന്നെ പിടിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് മിക്കവാറും അവളുടെ അച്ഛൻ്റെ ബാധ അവളുടെ മേലായിരിക്കും കയറുന്നത്. എന്നിട്ട് നിന്നെ വന്ന് നിൽക്കുമെന്നൊക്കെ പറയും. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് പാതി ജീവൻ പോകുന്നത് പോലെ അങ്ങ് ആയി. നീ എന്താടാ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന്, കണ്ടോ, ഒന്നുകിൽ നിന്റെ ശരീരത്ത് അല്ലെങ്കിൽ അവളുടെ ശരീരത്ത് എവിടെയെങ്കിലും ഒരാളുടെ ശരീരത്ത് കയറുമെന്ന് പറഞ്ഞു. മിക്കവാറും ശ്രുതിയുടെ ശരീരത്തിൽ കയറാനായിട്ടാണ് ചാൻസ് കൂടുതൽ. പാർലറിടത്തിൽ ദേഹത്ത് കയറും. എന്നിട്ട് പാർലറിടത്തിൽ രാത്രി നീ ഉറങ്ങിക്കിടക്കുന്ന സമയത്തിന് നിന്റെ കഴുത്ത് പിടിച്ചങ്ങ് നിൽക്കുമെന്നൊക്കെ പറയും. ഇതൊക്കെ ശ്രുതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ തൻ്റെ ഒരച്ഛൻ, എൻ്റെ അച്ഛനൊക്കെ മരിച്ച് മണ്ണടിഞ്ഞിട്ട് കുറേ കാലമായി. എന്നിട്ട് ഇപ്പോഴാണ് വെറുതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് ശ്രുതി. സച്ചിയാണെങ്കിൽ അതും പിടിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കള്ളത്തരങ്ങളൊക്കെ പൊളിയോ എന്നൊരു ഭയങ്കര അങ്ങ് പേടിയായിരുന്നു ശ്രുതിക്ക്. പക്ഷേ അതൊന്നും പ്രകടിപ്പിച്ചുകൂടല്ലോ. തൻ്റെ മനസ്സിൽ എത്രമാത്രം ഭയമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാനും പറ്റില്ലല്ലോ. ആ സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ മോനെ ശ്രുതി, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, നീ അവളെ കൂട്ടിപ്പോയിട്ട് അവളുടെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക എന്ന് പറയും. അമ്മേ, അതിന് മലേഷ്യയിലേക്ക് പോകാനായിട്ട് അവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? അവൾക്ക് മലേഷ്യയിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറയാണ് ശ്രുതി. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാമെന്ന് പറയും. സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഇവിടെ വെച്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കും. രവീന്ദ്രൻ പറയുന്നുണ്ട്, എവിടെയാണെങ്കിലും ചെയ്താൽ മതിയല്ലോ, തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് ചെയ്യടാ മോനെ എന്നൊക്കെ പറയും. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി മുറിയിലേക്ക് വന്നു. അന്നേരം ശ്രുതിയോട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ചെയ്തോളാമെന്ന്. ആ സമയത്തിന് ശ്രുതിക്ക് വിശന്നിട്ട് ഒന്ന് കണ്ണ് കാണാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു. കാരണം എല്ലാവരുമാണെങ്കിൽ മൂക്ക് മുട്ടുമിരുന്ന് ആഹാരമൊക്കെ കഴിക്കുകയാണ്. താൻ മാത്രം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മരിച്ചെന്ന് കള്ളത്തരം പറഞ്ഞതല്ലേ കഴിക്കാൻ പോവാതിരുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കുറേ സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നു. എല്ലാവരും കിടന്നുറങ്ങട്ടെ, ഉറങ്ങിക്കഴിയുന്ന സമയത്തിന് ആരും കാണാതെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്. ആർക്കും സംശയമൊന്നും ഉണ്ടാവാനും പാടില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ശ്രുതി. ശ്രുതിയൊക്കെ ഉറങ്ങിയെന്ന് ഉറപ്പു വരുത്തി കഴിഞ്ഞപ്പോൾ പതുക്കെ ശ്രുതി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പതുങ്ങി നടന്ന് നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ ചപ്പാത്തിയും കറിയുമൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം രേവതി ഉണ്ടാക്കി വെച്ചിരുന്നതാണത്. അങ്ങനെ ഒരു പ്ലേറ്റിനകത്തേക്ക് ചപ്പാത്തി എടുത്തു കറിയൊക്കെ എടുക്കുകയാണ്. ആ സമയത്താണ് കയ്യിൽ നിന്നും അറിയാതെ ആ പ്ലേറ്റ് അങ്ങ് താഴേക്ക് വീഴുന്നത്. ടപ്പേ എന്നൊരൊച്ചയായിരുന്നു. ശ്രുതി അങ്ങ് ഞെട്ടിപ്പോയി. രേവതി പക്ഷേ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രേവതി അടുക്കള ജോലികളൊക്കെ തീർത്തുകൊണ്ട് തന്നെ കിടക്കാനായിട്ട് പോയിരിക്കുകയാണ്. ശബ്ദം കേട്ടപ്പോൾ രേവതി പൂച്ചയാണോ ഇതാരാപ്പോന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ പതിയെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് ശ്രുതി അടുക്കളയിൽ വന്ന് മൂക്ക് മുട്ടങ്ങനെ തിന്നാനുള്ള പുറപ്പാടായിരുന്നു. ആ സമയത്താണ് പ്ലേറ്റും ആഹാരം കൂടെ താഴേക്ക് പോയിരുന്നത്. രേവതി മനസ്സിലാക്കി, ഓഹോ, അപ്പോൾ ഇതായിരുന്നല്ലേ പരിപാടി. രേവതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു, ശ്രുതി, നീ എന്താ ഈ അടുക്കളയിൽ? അത് പിന്നെ ഞാൻ ആഹാരം വേണ്ടാന്ന് പറഞ്ഞു. ശ്രുതിയുടെ കള്ളത്തരങ്ങൾ മൊത്തം ഇവിടെ അങ്ങ് പൊളിയാണ്. എന്തെങ്കിലും പറയാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ തട്ടിവിട്ടു. അത് പിന്നെ പെട്ടെന്ന് എനിക്ക് വിശന്നിട്ട് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ എല്ലാവരും കഴിക്കുന്ന സമയത്ത് അപ്പം കഴിച്ചാൽ പോരായിരുന്നു എന്ന് രേവതി പറയുന്ന സമയത്ത് തന്നെ ഒന്നും മിണ്ടുന്നില്ല ശ്രുതി. ഇനിയിപ്പോൾ പട്ടിണി കിടക്കേണ്ട കാര്യം വല്ലതുണ്ടോ? അച്ഛൻ മരിച്ചെന്ന് കരുതിയിട്ട് വിശന്നിരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് ശ്രുതി വന്ന് അത്രക്കും വിളിച്ചതായിരുന്നില്ലേ? അതൊക്കെ കേട്ട് ശ്രുതിക്ക് ആകെപ്പാടെ നാണക്കേടായി. എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്ത ബുദ്ധിമുട്ട്. കള്ളത്തരം കൈയോടെ പിടികൂടുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് തപ്പി തടഞ്ഞു നിൽക്കുന്നേ വഴിയുള്ളൂ. പക്ഷേ രേവതിക്ക് ശരിക്കും മനസ്സിലായി, ഈ പറയുന്ന ശ്രുതിക്ക് ഒട്ടും സങ്കടമൊന്നും തന്നെ ഇല്ല എന്ന്. സച്ചേട്ടൻ പറയുന്നത് പോലെ തന്നെ ശ്രുതിയുടെ അച്ഛൻ മരിച്ചുപോയി എന്നൊക്കെ വെറുതെ കള്ളത്തരം പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഇതിനകത്ത് എവിടെയോ എന്തോ ഒരു കള്ളത്തരം കാര്യങ്ങളൊക്കെ ശ്രുതി ഒളിച്ചു വെക്കുന്നുണ്ട് എന്ന കാര്യം രേവതിക്ക് ഉറപ്പായി. അച്ഛൻ മരിച്ചു പോയതാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല സങ്കടം. അല്ലെങ്കിൽ ബന്ധുക്കളെല്ലാവരും തന്നെ വിളിച്ചു ചോദിക്കില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. അച്ഛനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. ശ്രുതി വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. സച്ചി പറഞ്ഞു